ಹಾಯ್ ಫ್ರೆಂಡ್ಸ್, ಎಲ್ಲರಿಗೆ ಸಹ ನಮಸ್ಕಾರ. ನನ್ನ ಹೆಸರು ಅಭಿಷೇಕ್ ಭಟ್. ನಾವು ಕಾಸರಗೋಡಿಂದ ಕೊಟ್ಟಿಯೂರಿಗೆ ಬರಬೇಕಿದ್ರೆ ಕೊಟ್ಟಿಯೂರು ದೇವಸ್ಥಾನದಲ್ಲಿ ಇಲ್ಲಿ ನೀವು ಕಾಣ್ತಾ ಇರ್ಬೋದು, ಓಡಪ್ಪು ಅಂತ ಹೇಳಿ ಹೇಳ್ತಾರೆ. ಇದು ಬಿದಿರಿಂದ ತಯಾರಿಸಲಾಗ್ತದೆ. ಮೊದಲು ಕೊಟ್ಟಿಯೂರಿಂದ ಇದನ್ನು ತರ್ತಿದ್ರು ಮನೆಗೆ. ಈಗ ಕೂಡ ತಗೊಂಡು ಬರ್ತಾರೆ. ಕೊಟ್ಟಿಯೂರಿಗೆ ಹೋದವರು ಇದನ್ನು ತಗೊಂಡು ಬರ್ತಾರೆ. ಇದು ಮನೆಯಲ್ಲಿಟ್ಟರೆ ಐಶ್ವರ್ಯ ಮತ್ತು ಅಭಿವೃದ್ಧಿ ಅಂತೇಳಿ ಹೇಳ್ತಾರೆ. ನಾವು ಅವರಲ್ಲಿ ಕೇಳೋಣ ಇದು ಏನು ಅಥವಾ ಇದರ ಐತಿಹ್ಯ ಏನು ಅಂತ ನಾವು ಅವರಲ್ಲೇ ಕೇಳೋಣ. ಬನ್ನಿ. അച്ഛൻ്റെ യാഗത്തിൽ പങ്കെടുക്കണം നിർബന്ധപൂർവ്വം തിരിച്ചും വന്ന് ഇവിടെ എത്തി യാഗം നടത്തുമ്പം സതീദേവിനെ യാഗത്തിൽ ക്ഷണിച്ചുമില്ല, അപമാനിച്ചു. ഇവിടെ വന്നപ്പം ഇങ്ങനെ എന്താ പറയുക, കാട്ടാളനെ കല്യാണം കഴിച്ചവൾ അല്ല ചുടലേനെ കല്യാണം കഴിച്ചവൾ എന്ന് പറഞ്ഞ് അപമാനിച്ചു കഴിഞ്ഞപ്പോൾ സതീദേവിക്ക് വിഷമം വന്നിട്ട് യാഗാഗ്നിയിൽ ചാടി ആത്മഹൂതി ചെയ്തു. അതാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു സ്ഥലമില്ലേ, നമ്മൾ ആ ഒരു പ്രസാദം മേടിക്കുന്ന സ്ഥലം, അവിടെ ഇരുത്തുണ്ട്. അവിടെയാണ് ചാടി ആത്മഹൂതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് അതിനുശേഷം ശിവന് കോപം കൊണ്ടിട്ട് ശിവന്റെ ജടയിൽ നിന്ന് ജട പിടിച്ചെറിഞ്ഞിട്ട് വീരഭദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ, വീരഭദ്രൻ വന്നു, ശിവന്റെ ഗണം, ശിവഗണം. അപ്പോൾ വീരഭദ്രൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ വീരഭദ്രൻ വന്നിട്ട് ഈ യാഗം നടത്തുന്ന അതിൻ്റെ അകത്ത് ലീഡ് ചെയ്യുന്നൊരു മുനിയുണ്ട്, ബൃഹത് മുനിന്റെ താടിയും അതുപോലെ മുനിമാരുടെ താടി വയറ്റില്ലേ വെള്ള, ആ താടികൾ ഇങ്ങനെ വെട്ടി എറിഞ്ഞു. അപ്പോൾ ഇവിടെ ഫുള്ള് ഓടക്കാടിൽ പോയി വീണിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടും, ഓടപ്പൂ പോലെ. അതാണ് ഓടപ്പൂ എന്നുള്ള ഐതിഹ്യം. അതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വീട്ടിൽ കൊണ്ട് നമ്മൾ ഇത് വെച്ചാൽ ഐശ്വര്യം, വീട്ടിൽ ഐശ്വര്യം, അതുപോലെ തന്നെ നമ്മൾ ഈ നെഗറ്റീവ് എനർജി ഇതൊക്കെ അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഇത് നമ്മളെ പൂർവികർ പണ്ട് തൊട്ടേ ചെയ്തു വരുന്നതാണ് ഇവിടെ. അപ്പോൾ കൊട്ടിയൂര് എല്ലാവർക്കും അറിയാം. അത് കൊട്ടിയൂർ ഇപ്പം എല്ലാ മതക്കാർക്കും, ക്രിസ്ത്യനാണേലും പിന്നെ മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണേലും അവരെല്ലാവരും ഉണ്ട് ഓടപ്പൂ ചെയ്യുന്ന കൊടുക്കുക. അത് എല്ലാവർക്കും കൊട്ടിയൂർക്കാർക്കും. അതിപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്ന് കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ബാമ്പു മുളച്ചു വരും, ഒരു പുതിയ മുള, ഹാർഡായിട്ടുള്ളതല്ല, പുതിയത്. അപ്പം ഇല വരാത്തത് ഇങ്ങനെ നേരെ കൂമ്പ് പോലെ പോകും. അപ്പം അധികം മൂക്കാത്തത് വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ഇത് ആദ്യം പച്ച ഗ്രീൻ കളറിൽ അതിങ്ങനെ ചീകി കളഞ്ഞിട്ട് ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് ചിറ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇടിച്ചിട്ട് ഇങ്ങനെ ഇറക്കും. ഓക്കെ, അങ്ങനെ ഇടിച്ച് ഇറക്കിയതാണ് ഇത്.